ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അച്ചു ആണ് കേട്ടോ. ഇന്ന് നമ്മളൊരു ഹാർവെസ്റ്റിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ കുറേ ചെടികളുണ്ട്. അമ്മ ഒരു ഗാർഡൻ ലവറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വീട്ടിലെ ചെടികൾക്കൊന്നും ഒരു ക്ഷാമവും ഇല്ല. ചെടികൾ മാത്രമല്ല, നല്ല അടിപൊളി മരങ്ങളും ഉണ്ട് ആൻഡ് നല്ല ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു മരത്തിലെ കുറച്ച് പറിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ ആരംപുളി എന്ന് കേട്ടിട്ടുണ്ടോ? സ്റ്റാർ ഫ്രൂട്ട്. ഞങ്ങളുടെ ഇവിടെ ആരംപുളി എന്നാണ് പറയുന്നത്. എല്ലായിടവും അത് തന്നെയാണോ പറയുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 2 ആരംപുളി മരമുണ്ട്. ഒന്ന് നല്ല പുളിയാണ്. ആ ഒരു എന്താ പറയുക, ആരംപുളി ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നതാണ് നമുക്ക് കൊത്തി വരെയെങ്കിലും വായിലേക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ പുളിയാണ്. പിന്നെ അതിന് തന്നെ സ്വീറ്റായിട്ടുള്ള ആരംപുളിയുണ്ട്. അങ്ങനെ ഒരു മരമുണ്ട്. അപ്പോൾ ഈ ഒരു സ്വീറ്റായിട്ടുള്ള ആരംപുളി മരത്തിൽ ഒരു പുളിയും നിൽക്കാറില്ല കേട്ടോ. കാരണം അതങ്ങോട്ട് പച്ചയാകുമ്പോഴേ കൊതി മൂത്ത് ഞങ്ങളൊക്കെ പിച്ചാറുണ്ട്. ഇപ്രാവശ്യം എന്നാലും ഒരു കുറച്ച് പുളി പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു ആരംപുളി പറിക്കാനാണ് കേട്ടോ പോകുന്നത്. എന്നാൽ പിന്നെ നമുക്കൊന്ന് പോവാം. അപ്പോൾ കേശിക്കുട്ടനെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ 2 പേരും കൂടി ആരംപുളി പറിക്കാൻ പോവാണ് അല്ലേ? അതെ. ഓക്കെ, ബാ. ഈ കാണുന്നതാണ് നമ്മുടെ ആരംപുളി മരം, സ്റ്റാർ ഫ്രൂട്ട്. അപ്പോൾ ഈ ഒരു ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പം ഇത് നല്ല സ്റ്റാർ ആകൃതിയിലായിരിക്കുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിന് ഇങ്ങനൊരു പേര് വന്നിട്ടുള്ളത്. അത് തന്നെയായിരിക്കും റീസൺ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇവിടെയൊക്കെ സ്റ്റാർ ഫ്രൂട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ആരംപുളി. ഇപ്പോൾ ആർക്കെങ്കിലും പറഞ്ഞിട്ട് എന്താ ഞാൻ ഉദ്ദേശിച്ച ഏത് ഫ്രൂട്ടാണെന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കാണിക്കാട്ടോ. വേറെ നിൽപ്പുണ്ട് നല്ല അടിപൊളി ആരംപുളി ഫ്രൂട്ട്സൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ദേ കാണിച്ചു തരാം. കുറേയൊക്കെ താഴെ കണ്ട നല്ല പഴുത്ത് നിൽക്കുന്നുണ്ടോ. അത് ഇതൊക്കെ കാണുമ്പം ആക്ച്വലി ഇതൊക്കെ ഭയങ്കര പച്ചയാണ് കേട്ടോ. അല്ല, പച്ചയല്ല, നല്ല മധുരമാണ്. പച്ചയാണെങ്കിലും ഇതിനൊക്കെ നല്ല അടിപൊളി മധുരമാണ്. ഇനിയും നിൽക്കുന്നുണ്ട്. ദേ ഇവിടെ കണ്ടോ, ഇതൊക്കെ കണ്ടോ. ഇതൊക്കെ വേണേൽ കുറച്ചുകൂടിയൊക്കെ വിളയാറായിട്ടുള്ളതാണ്. ആ കത്തി കൊണ്ടൊന്നും മുറിക്കണം, നമുക്ക് കൈ കൊണ്ട് പിച്ച. ഒന്ന് വെയിറ്റ് ചെയ്യും. ഇനി ഇതേണ്ടേ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇത്ര പച്ചയാണെങ്കിലും നമുക്കിത് കഴിക്കാം. ടേസ്റ്റ് ആയിരിക്കും, മധുരമായിരിക്കും. അതെ, ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്, കാണാൻ പറ്റുന്ന തരത്തില്ല. പിന്നെ ദേ നല്ല പഴുത്തിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ പഴുത്ത് കിട്ടുന്നത് ഭയങ്കര അപൂർവമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് പച്ചയാകുമ്പം തന്നെ അടിയാണ്. അടിയെന്ന് വെച്ചാൽ ഞങ്ങൾ പിള്ളേർ മാത്രമല്ല കേട്ടോ, അച്ഛനും അമ്മയും എല്ലാവരും കൂടെ അടിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് ഈ ഒരു മരത്തിൽ പിടിച്ചപ്പോൾ ശരിക്കും പഴുത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് അടിയായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. ശരി, അതെ, നമ്മളിനിപ്പോൾ പിച്ചാൻ പോവാണ്. തോട്ടി വേണം, കുറേയൊക്കെ നമുക്ക് കൈകൊണ്ട് പിച്ചാം. കേശുക്കുട്ടാ, പക്ഷെ അത് കണ്ടില്ല, അത് പച്ചയാക്കും. അത് എടുക്കണ്ടാടാ. നമുക്ക് നല്ല പഴുത്തതൊക്കെ ഇത് മേലെ നിൽക്കുന്നു. നീ പിച്ചോ അത് അച്ചു പിച്ചണോ? പിച്ചാവോ? പക്ഷെ തനിക്കത് എത്തത്തില്ലല്ലോ. കത്തി കൊണ്ടൊന്നും അല്ല പിച്ചുന്നത്. കത്തി കൊണ്ടല്ല പിച്ചുന്നേ, നമുക്ക് കൈ കൊണ്ട് പിച്ചാം. നമ്മളിതേ നല്ല മഞ്ഞ നിറത്തിൽ നല്ല ആരംപുളി കാണുകയാണ്. കണ്ട, ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയും ഇത് മഞ്ഞ നിറത്തിരിക്കുന്നത് നമ്മൾ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. കൈ കൊണ്ടൊന്നും പിച്ചാൻ പറ്റുന്ന അവസ്ഥയാണ്. പിച്ചിട്ടുണ്ട്. ഒത്തിരി ഒന്നും എടുക്കുന്നില്ല കേട്ടോ, കാരണം ഇത് ഇത്രയും കൂടെ കഴിക്കാൻ ഇവിടെ ആളില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് ഏറ്റവും നല്ല മഞ്ഞ നിറമുള്ള ഞങ്ങൾ പിച്ചിട്ടുണ്ട്. ഇത്രയും മഞ്ഞ നിറത്തിൽ ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം പച്ചയാകുമ്പോൾ തന്നെ ഒന്ന് വിളയുമ്പോൾ തന്നെ ഞങ്ങളെല്ലാം പിച്ച് കഴിക്കുന്നതാണ്. ഇപ്രാവശ്യം അത് നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല മഞ്ഞയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാവേ. അങ്ങനെ ഞങ്ങളുടെ ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്ര ആരംപുളി കിട്ടിയെന്നാണ്. നിക്ക് നല്ല മഞ്ഞ നിറമൊക്കെ ഉള്ളതുണ്ട്. നല്ല ഫ്രഷ് സംഭവമാണ്.
കണ്ട 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 കണ്ട. ഇനി ഇത് കഴിക്കണം. അപ്പോൾ കഴിക്കാനുള്ളൊരു ഒരിടത്ത് നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാനും കേശക്കുട്ടനും കൂടി നല്ല ഒരെണ്ണം എടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട്. കേശക്കുട്ടാ, എന്ത് ഇതിൻ്റെ കഴിക്കുന്ന പുളി? യെസ്. അപ്പം ഞങ്ങളത് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നല്ല മധുരമാണ്, നല്ല രുചിയാണ്. അപ്പം അതെ ഞങ്ങൾ കഴിച്ചു, ഒരു രക്ഷയില്ല. ഇതിന് തൈ ഇതിപ്പം അമ്മ ഇത് വാങ്ങി വെച്ചിട്ടുള്ളതായിരുന്നു, തൈ വാങ്ങി വെച്ചതായിരുന്നു. അസാധ്യ മധുരമാണ്. അപ്പം ഇതിൻ്റെ ഈ ഒരു സ്റ്റാർ ഫ്രൂട്ടിൻ്റെ തൈ വാങ്ങാൻ കിട്ടും. നിങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ വെക്കണം. എന്നിട്ട് കാ പിടിക്കുമ്പം കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കാര്യം അഭിപ്രായം പറയണം കേട്ടോ. താങ്ക് യു.